ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കത്തോലിക്ക സഭയും ഇറാഖിലെ കിഴക്കൻ അസീറിയൻ സഭയും തമ്മിലുള്ള നീണ്ട കാലത്തെ സംഭാഷണങ്ങളുടെയും സംവാദങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ 2001 ജൂലൈ മാസം 20 വത്തിക്കാൻ ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. കൂദാശകളിൽ പങ്കെടുക്കാൻ ഈ കിഴക്കൻ അസീറിയൻ സഭ കത്തോലിക്ക സഭയുമായിട്ട് പൂർണ്ണമായ ഐക്യതയിലല്ല. പക്ഷേ ശ്ലൈഹിക പിന്തുടർച്ചയുണ്ട്, പൗരോഹിത്യമുണ്ട്, കൂദാശകളുണ്ട്, കുർബാന തുടങ്ങിയ ലിറ്റർജികളുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ സഹകരണമുണ്ട്. അപ്പോൾ സഹകരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെയൊക്കെ സഹകരിക്കാം എന്ന മാർഗനിർദ്ദേശമാണ് 2001 ജൂലൈ 20 പുറപ്പെടുവിച്ചത്. നീണ്ട കാലത്തെ ചർച്ചയുടെയൊക്കെ വെളിച്ചത്തിലാണ് അങ്ങനെ ഒരു മാർഗനിർദ്ദേശം നൽകപ്പെട്ടത്. അതിലൊരു പാരഗ്രാഫ് ഞാൻ വായിക്കുകയാണ്. ഒരു പാരഗ്രാഫ്: കിഴക്കൻ്റെ അസീറിയൻ സഭ വിശുദ്ധ പുളിപ്പ് ഹോളി ലെവൻ എന്നറിയപ്പെടുന്ന ഒരു കൂദാശ അഥവാ രഹസ്യം റാസ ആചരിച്ചു വരുന്നുണ്ട്. അതിപുരാതന കാലം മുതലുള്ള അസീറിയൻ പാരമ്പര്യം അനുസരിച്ച് യേശു തൻ്റെ കൈകളിൽ എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിയ അപ്പത്തിൽ നിന്നും 2 കഷണങ്ങൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായ്ക്ക് നൽകുകയുണ്ടായി. അതിലൊരു കഷ്ണം ഭക്ഷിക്കാനും മറ്റത് വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചു വെക്കാനും യേശു വിശുദ്ധ യോഹന്നാനോട് ആവശ്യപ്പെട്ടു. യേശുവിൻ്റെ മരണശേഷം വിശുദ്ധ യോഹന്നാൻ അപ്പക്കഷ്ണം യേശുവിൻ്റെ വിലാപ്പുറത്ത് ഒഴുകിയ തിരുരക്തത്തിൽ മുക്കി. യേശുവിൻ്റെ തിരുരക്തത്തിൽ മുക്കിയ ഈ കൂദാശ ചെയ്ത അപ്പത്തിന് വിശുദ്ധ പുളിപ്പ് എന്ന് പേര് വരാൻ കാരണം ഇതാണ്. ഇന്ന് വരെ കിഴക്കൻ അസീറിയൻ സഭയിൽ ഈ വിശുദ്ധ പുളിപ്പ് സൂക്ഷിക്കുകയും വർഷം തോറും പുതുക്കുകയും ചെയ്തു വരുന്നു. പ്രാദേശിക മെത്രാൻ ഓരോ വർഷവും പെസക വ്യാഴാഴ്ച പഴയ പുളിപ്പിൻ്റെ അവശേഷിക്കുന്ന ഭാഗം പുതിയതുമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് ഇത് പുതുക്കുന്നു. തുടർന്ന് ഇത് അദ്ദേഹത്തിൻ്റെ രൂപതയിലെ എല്ലാ ഇടവകകളിലേക്കും വിതരണം ചെയ്യുകയും വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായി വൈദികൻ പ്രത്യേകം തയ്യാറാക്കുന്ന ഓരോ അപ്പത്തിലും 1 വർഷത്തേക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ വിശുദ്ധ പുളിപ്പ് ചേർക്കാതെയുള്ള അപ്പം ഉപയോഗിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഒരു വൈദികനും അനുവാദമില്ല. യഥാർത്ഥ കുർബാന അർപ്പണത്തിന് മുൻപേ നടത്തുന്ന വിശുദ്ധ പുളിപ്പ് എന്ന ഈ കൂദാശയുടെയോ രഹസ്യത്തിൻ്റെയോ പാരമ്പര്യം നിലവിലെ വിശുദ്ധ കുർബാന അർപ്പണവും യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ചരിത്രപരവും പ്രതീകാത്മകവുമായ തുടർച്ചയുടെ ദൃശ്യമായ അടയാളമായി തീർച്ചയായും കാണേണ്ടതാണ്. ഞാൻ വത്തിക്കാൻ്റെ അതേ ആ വാക്കുകൾ, വത്തിക്കാൻ രേഖയിലുള്ള അതേ ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ പറയട്ടെ. The Assyrian Church of the East also practices the so-called sacrament or mystery rasa of Holy Leaven. From times immemorial, the Assyrian tradition relates that from the bread Jesus took in his hands, which he blessed, broke and gave to his disciples, he gave 2 pieces to St. John the Apostle. Jesus asked St. John the Apostle to eat 1 piece and to carefully keep the other one. After Jesus' death, St. John the Apostle dipped that piece of bread into the blood that proceeded from Jesus' side. Hence, the name of Holy Leaven given to this consecrated bread dipped into the blood of Jesus. Until this day, Holy Leaven has been kept and renewed annually in the Assyrian Church of the East. The local bishop renews it every year on Holy Thursday, mixing a reminder of the old leaven within the new one. This is distributed to all parishes of this diocese to be used during 1 year in each bread specially prepared by the priest before the Eucharist. No priest is allowed to celebrate the Eucharist using Eucharistic bread without the Holy Leaven. This tradition of the sacrament or mystery of the Holy Leaven, which precedes the actual Eucharistic celebration, is certainly to be seen as a visible sign of historic and symbolic continuity between the present Eucharistic celebration and the institution of the Eucharist by Jesus. മൽക്ക എന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട് മുൻപ്. ആ മൽക്കയെക്കുറിച്ച് വത്തിക്കാൻ്റെ പ്രഖ്യാപനമാണ് നമ്മൾ കേട്ടത്. കിഴക്കൻ്റെ അസീറിയൻ സഭ ചെയ്യുന്നത് നമ്മളും ചെയ്യുന്നുണ്ട്. അവർ കത്തോലിക്ക സഭയിൽ പൂർണ്ണമായ ഐക്യത്തിലല്ല. നമ്മൾ പൗരത്യ സഭയാണ്. പൗരത്യ സഭയിലും വിശുദ്ധ പുളിപ്പ് എന്ന് പറഞ്ഞാൽ മൽക്ക, പുളിപ്പുള്ള അപ്പമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഈ ജൂലൈ മാസം 3 ബിബ്ലിയയിൽ വന്നിട്ട് മണ്ണൂരമ്പറമ്പിലച്ചൻ്റെ പുസ്തകം നമ്മൾ റിലീസ് ചെയ്യുകയുണ്ടായി. ആ പുസ്തകത്തിലെ 1-ാമത്തെ വാല്യം സീറോ മലബാർ സഭയുടെ കുർബാന ഒരു പഠനം വാല്യം 1. ഇതിൽ
300-ാമത്തെ പേജിൽ 300 മുതൽ 302 വരെ പേജിൽ മന്നൂരം പറമ്പിലച്ഛൻ ഈ പാരമ്പര്യം ഇതിപ്പം 2001 ഇത് പ്രഖ്യാപിച്ചത്. അച്ഛൻ അതിനു മുമ്പ് തന്നെ പഠിപ്പിച്ചിരുന്നതാണ്. ഈ കുർബാനയുടെ പാരമ്പര്യം മുഴുവൻ, ഈ മൽക്കയെക്കുറിച്ചുള്ള പാരമ്പര്യം മുഴുവൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഞാൻ അതിലത്തെ ഇതൊക്കെ നിങ്ങൾ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ സീറോ മലബാറിൽപ്പെട്ടവരും കത്തോലിക്ക സഭയിലുള്ളവരുമായ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകേണ്ട ഒരു പുസ്തകമാണ് ഇതും. ഇതിൻ്റെ 2ാമത്തെ വോള്യവും പിന്നെ ഇതിൻ്റെ ചരിത്രവും. ഈ 3 പുസ്തകങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. നമ്മുടെ കുർബാനയുടെ ചരിത്രം, നമ്മുടെ കുർബാനയിലെ ഓരോ ആചാരങ്ങളുടെയും അർത്ഥം, ഇതാണ് ഈ 3 പുസ്തകങ്ങൾ പറയുന്നത്. ഇത് കുർബാനയുടെ സീറോ മലബാർ കുർബാനയുടെ ചരിത്ര പശ്ചാത്തലം, ഇത് 2ാമത്തെ വോള്യം, ഇത് 1ാമത്തെ വോള്യം. 1ാമത്തെ വോള്യം 300-ാമത്തെ പേജ് തുടങ്ങി 302 വരെയാണ്. അതിലത്തെ 2 പാരഗ്രാഫ് മാത്രം ഞാൻ വായിക്കുക. വത്തിക്കാൻ അംഗീകരിച്ചിരിക്കുകയാണ് പൗരസ്ത്യ സഭകൾ ഉപയോഗിക്കുന്നത് മൽക്കയാണ്, വിശുദ്ധ പുളിപ്പാണ്, പുളിപ്പുള്ള അപ്പമാണ്, പുളിപ്പില്ലാത്ത അപ്പമല്ല, പുളിപ്പുള്ള അപ്പമാണ്. കാരണം ആ അപ്പം എന്ന് പറയുന്നത് യോഹന്നാൻ കർത്താവാകുന്ന പുളിപ്പില് അവന്റെ തിരുരക്തത്തിൽ മുക്കിയത് കൊണ്ടാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. 2 പാരഗ്രാഫ്. 301 തിമത്തി 2 പാത്രിയാർക്ക അപ്പത്തിന് ഉപയോഗിക്കുന്ന 4 ഘടകങ്ങളുടെ പ്രതീകാത്മകത ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നു. ഈ മൽക്കയുടെ ഇപ്പൊ ഈ പറഞ്ഞ വത്തിക്കാൻ അംഗീകരിച്ചെന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, മൽക്ക എന്ന് പറഞ്ഞ ഹോളി ലെവൻ, വിശുദ്ധ പുളിപ്പുള്ള അപ്പം, അതിന്റെ ഘടകങ്ങളുടെ 4 പ്രതീകാത്മകത തിമത്തി 2 പാത്രിയാർക്ക ഇങ്ങനെ വിശദീകരിക്കുന്നു. വിശുദ്ധ പുളിപ്പ് മിശിഹായുടെ ആത്മാവിനെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ പുളിപ്പ് മിശിഹായുടെ ആത്മാവിനെ, മിശിഹായുടെ ആളത്വത്തെ സൂചിപ്പിക്കുന്നു. അവിടുത്തെ ശരീരം 4 ധാതുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതിനാൽ ഗോതമ്പ് മണ്ണിന്റെയും വെള്ളം വെള്ളത്തിന്റെയും എണ്ണ വായുവിന്റെയും ഉപ്പ് അഗ്നിയുടെയും സ്ഥാനം വഹിക്കുന്നു. ഈ 4 ചേർത്താണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. ഗോതമ്പ് മണ്ണിന്റെ, വെള്ളം വെള്ളത്തിന്റെ, എണ്ണ വായുവിന്റെ, ഉപ്പ് അഗ്നിയുടെ, ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ പുളിപ്പുള്ള അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ മിശിഹായുടെ ആത്മാവിനെ സൂചിപ്പിക്കുന്നതിനാൽ അല്ലേ ആ വിശുദ്ധ പുളിപ്പ് സൂചിപ്പിക്കുന്നു. ശരീരം 4 ധാതുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതിനാൽ ഈ 4 കാര്യങ്ങൾ ഉപയോഗിക്കുന്നു വിശുദ്ധ പുളിപ്പുണ്ടാക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞു തിരുരക്തത്തിൽ മുക്കിയതിൻ്റെ അതൊക്കെ നമ്മൾ വത്തിക്കാൻ്റെ രേഖയിൽ വായിച്ചു കഴിഞ്ഞു. ഈ നെസ്റ്റോറിയർ മൽക്ക എന്ന് വിളിക്കുന്ന ഈ പുളിപ്പ് അപ്പത്തിനുള്ള പുളിപ്പ് പുതിയ അപ്പത്തിനുള്ള പുതിയ മാവിനോട് ചേർക്കുന്നുണ്ട്. ഈശോയാബ് 3 അതിനെ കൂദാശ എന്ന് വിളിക്കുന്നു. റാസ എന്നാണ് കിഴക്കൻ അസീറിയൻ സഭ വിളിക്കുന്നത്, അല്ലെങ്കിൽ മിസ്റ്ററി എന്നാണ്, അല്ലെങ്കിൽ സാക്രമെന്റ് എന്നാണ്, കൂദാശ എന്നൊക്കെയാണ്. ഈ ഇസ്ബനിലെ ഇസഹാക്ക് എന്ന വൈദികൻ എഴുതുന്നു. ഇപ്പൊ ഈ വത്തിക്കാൻ അംഗീകരിച്ച ഡോക്യുമെന്റിലുള്ള അതേ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒടുവിലത്തെ അത്താഴ സമയം നമ്മുടെ രക്ഷകൻ ശിഷ്യന്മാരിൽ ഒരുത്തനും ഓരോ അപ്പം വീതം നൽകിയിരുന്നു. എന്നാൽ യോഹന്നാൻ സ്ലീഹയ്ക്ക് 2 അപ്പം നൽകി. ഒന്ന് അപ്പോൾ ഭക്ഷിക്കാനും മറ്റേത് വിശുദ്ധ പുളിപ്പിന് വേണ്ടി സൂക്ഷിച്ചു വെക്കാനും വേണ്ടിയായിരുന്നു. ഈ അപ്പത്തിന്മേൽ യോഹന്നാൻ സ്ലീഹ കർത്താവിന്റെ വിലാവിൽ നിന്നൊഴുകിയ രക്തം പുരട്ടി സൂക്ഷിച്ചു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 40 ദിവസത്തോളം ഈശോ തങ്ങളോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ തന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ രക്തം പുരട്ടി സൂക്ഷിച്ചിരുന്ന അപ്പം വിശുദ്ധ പുളിപ്പിനായി ഉപയോഗിക്കണമെന്ന് കൽപ്പിച്ചു. യോഹന്നാൻ അപ്രകാരം ചെയ്യുകയുണ്ടായി. രക്ഷകന്റെ രക്തം പുരട്ടിയ പെസഹ അപ്പം പൊടിച്ച് അതോടുകൂടി ഗോതമ്പ് മാവും ഉപ്പും ചേർത്ത് വർദ്ധിപ്പിച്ചു. ഇതിന്റെ ഓരോ ഭാഗം ഓരോ സ്ലീഹായും വിശുദ്ധ പുളിപ്പായി ഉപയോഗിക്കുന്നതിന് വീതിച്ചെടുത്തു. ഈ പുളിപ്പ് പുതുക്കി വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക ശുശ്രൂഷ നിശ്ചയിക്കുകയും ചെയ്തു. അതാണ് വത്തിക്കാൻ അംഗീകരിച്ച ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്ബരിലെ ഇസഹാക്ക് എന്ന വൈദികൻ എഴുതിയ വ്യാഖ്യാനമാണ്. ഇതുതന്നെയാണ് കിഴക്കൻ അസീറിയൻ സഭയും വത്തിക്കാനും അംഗീകരിച്ചിരിക്കുന്നത്. പുളിപ്പുള്ള അപ്പം, മൽക്ക, നമ്മൾ ഉപയോഗിക്കുന്ന പുളിപ്പുള്ള അപ്പമാണ്, വിശുദ്ധ പുളിപ്പാണ്. ഈ വിശുദ്ധ പുളിപ്പ് ഉപയോഗിക്കുന്നതിനെയാണ് എറണാകുളത്തെ വിമത വൈദികരും അൽമായം മുന്നേറ്റക്കാരൊക്കെ എതിർക്കുന്നത്. വത്തിക്കാൻ അംഗീകരിച്ചത് ഇത്രമാത്രം പഴക്കമുള്ളത്, അതിന് ദൈവശാസ്ത്രം നോക്കി, അതിന് ദൈവശാസ്ത്രം മാത്രമല്ല, ഈ വത്തിക്കാൻ പറഞ്ഞ രേഖയിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ഫ്രം ടൈംസ് ഇമ്മെമ്മോറിയൽ എന്നാണ്. അതിപുരാതന കാലം മുതലുള്ള പാരമ്പര്യം, അതിപുരാതന പാരമ്പര്യം, അത്രയും യോഹന്നാൻ സ്ലീഹയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. അതില്ലാതെ ഒരച്ഛനും കുർബാന അർപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മൽക്കയെക്കുറിച്ച് രണ്ട് വീഡിയോസ് കുറച്ച് നാളുകൾക്ക് മുമ്പ്, പിന്നെ അതിനു മുമ്പ് ഒരു ബിബ്ലിക്കലായിട്ടൊരു വ്യാഖ്യാനം നൽകിയിരുന്നു. അതിനോട് ചേർത്ത് വെക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നമ്മൾ ഇതിലേക്ക് പിന്നെയും വരും. നമ്മൾ ഈ കുർബാനയുടെ പഠനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിശദമായിട്ട് നമ്മൾ കുറേ കൂടി വിശദമായി ചർച്ച ചെയ്യും. ഞാൻ വത്തിക്കാൻ ഈ മൽക്കയെക്കുറിച്ചുള്ള വിശുദ്ധ പാരമ്പര്യം വത്തിക്കാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന കാര്യം
അത് 2001 തന്നെ അംഗീകരിച്ച കാര്യം, അതിനു മുമ്പ് തന്നെ സുദീർഘമായി ചർച്ചകൾ നടത്തിയിട്ടാണ് ഇത് അംഗീകരിച്ചെന്ന കാര്യം, അത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നത്. ഇത് നിങ്ങൾ ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം. ഇത് വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല പറഞ്ഞേ, മനോരമ പറമ്പിൽ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. വത്തിക്കാൻ അത് അംഗീകരിച്ചിരിക്കുന്നു. വത്തിക്കാൻ അംഗീകരിച്ചാലും എറണാകുളംകാർ അംഗീകരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. അവർ ചീസ്മയിലാണല്ലോ. പക്ഷെ നമ്മൾ ചീസ്മയിലല്ലല്ലോ, നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. വത്തിക്കാൻ്റെ പ്രബോധനങ്ങളും ഇതുപോലുള്ള ആധികാരിക പ്രബോധനങ്ങളും വായിച്ച് പഠിച്ച് നമ്മൾ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അത് ഈ സിംബോളിക്കായിട്ടും പ്രതീകാത്മകമായിട്ടും ചരിത്രപരമായിട്ടും കർത്താവിൽ നിന്ന് വരുന്ന സംഗതിയാണ്. ഇടമുറിയാതെ ഇടയ്ക്കിങ്ങനെ മുറിഞ്ഞു പോയിട്ടില്ല. അത്രയും ശക്തമായൊരു പാരമ്പര്യമാണ് പറയുന്നത്, വിശുദ്ധ പാരമ്പര്യം. അതിനാൽ ഇത് തുറന്ന മനസ്സോടെ കേൾക്കണമെന്നും മറ്റുള്ളവർ പറയണമെന്നും വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുർബാന സംബന്ധിക്കുമ്പോൾ ഈ ചിന്തകളും നമ്മുടെ മനസ്സിൽ നിറയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.